ഹായ്, എല്ലാവർക്കും ക്രിസ്റ്റൽ സെറ്റലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 4 ചെയിൻ സ്റ്റിച്ചുകളുടെ ഒരു വീഡിയോ ട്യൂട്ടോറിയലാണ്. ഇത് നമുക്ക് ബോർഡർ ഡിസൈനിങ്ങിനും അല്ലെങ്കിൽ നമുക്ക് കുർത്തീസിലും ചുരിദാറിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തരം സ്റ്റിച്ചുകളാണ്. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പല രീതിയിൽ ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പേരുകൾ ചെയിൻ സ്റ്റിച്ച്, ഓപ്പൺ ചെയിൻ സ്റ്റിച്ച്, ഡബിൾ ചെയിൻ സ്റ്റിച്ച്, ഹെവി ചെയിൻ സ്റ്റിച്ച് എന്നാണ്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം നേരെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ഈ ബോട്ടം സൈഡിൽ കുത്തിയെടുക്കണം, നീഡിൽ കുത്തിയെടുക്കണേ. എന്നിട്ട് ആ കുത്തിയെടുത്ത അതേ സ്ഥലത്ത് തന്നെ വീണ്ടും നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഒരുപാട് നീളത്തിലെടുത്താൽ ഒരുപാട് ഭംഗി ഉണ്ടാവത്തില്ല. കുറച്ച് ഫാബ്രിക് ഇങ്ങനെ കുത്തിയെടുക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെ ഇടത്തോട്ട് വേണമെങ്കിലും ചുറ്റാം, ഇങ്ങനെ വലത്തോട്ട് വേണമെങ്കിലും ചുറ്റാം. എന്നിട്ട് വലിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഈ ത്രെഡിൻ്റെ ചോട്ടിലേക്ക് നീഡിൽ കുത്തി വീണ്ടും ഇങ്ങനെ വലിച്ചെടുക്കുക. ത്രെഡ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തന്നെ ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ. ഒരുപാട് വലിച്ച് ടൈറ്റ് ചെയ്യരുത്, അപ്പോഴത്തേക്കും അത് പല ഷേപ്പിലായിപ്പോവും. ഒരു മിനിമം സൈസിൽ മിനിമം ടൈറ്റിൽ നിർത്താൻ നോക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. നീഡിൽ ഇങ്ങനെ കുത്തി താഴേക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അകലത്തിൽ ഇതിലേക്ക് കുത്തി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ വലിച്ചാൽ മതിയോ. ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചു പിടിക്കണം. എന്നിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യണം. ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇതിങ്ങനെ വിട്ടാൽ ഇങ്ങനെ 2 രീതിയിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ പഠിച്ചേക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. മറ്റേ രീതിയിൽ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലാകാം, ഇങ്ങനെയും ചെയ്യാം എന്നറിഞ്ഞിരിക്കാൻ വേണ്ടി. എൻഡിലാകുമ്പോഴത്തേക്കും നീഡിൽ താഴേക്ക് കുത്തിയിറക്കി അടിയിലേക്ക് ഇട്ടിടണം. അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ചെയിൻ സ്റ്റിച്ചാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ താഴത്തെ ലൈനിൽ ത്രെഡ് ഇങ്ങനെ കുത്തിയെടുക്കണം. എന്നിട്ട് ത്രെഡ് ഇങ്ങനെ ഇടണം കേട്ടോ. എന്നിട്ട് ഈ സൈഡിൽ ഇതിന് നേരെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കണം. ഇതിങ്ങനെ വലിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കിയിട്ട് അടുത്ത ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. അതിന് ശേഷം അടുത്ത
സ്റ്റിച്ച് ഇങ്ങനെ വലിച്ചെടുക്കണം. വീണ്ടും ഒരു ഇവിടെയായിട്ട് നേരെ തന്നെ ഇവിടെ കുത്തി ഇത് വലിച്ചിട്ട് അടുത്ത സ്റ്റിച്ച് മുറുക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റിച്ച് ഇവിടുന്ന് ഇങ്ങനെ എടുക്കണം. ലാസ്റ്റിലെത്തുമ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിച്ച് ഇതിലെ ഇങ്ങനെ ഇറക്കി വലിക്കണം, ഫിക്സ് ചെയ്യണം അവിടെ. ഇതാണ് ഓപ്പൺ ചെയിൻ സ്റ്റിച്ച്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡബിൾ ചെയിൻ സ്റ്റിച്ചാണ്. അത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ 2 ലൈൻ വരയ്ക്കണം. എന്നിട്ട് ആദ്യം തുടങ്ങുന്നത് ഇവിടുന്ന് കുറച്ച് സ്ഥലം ഇങ്ങോട്ട് വിട്ടിട്ട് വേണം തുടങ്ങാൻ. ഇവിടെ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ പോയിന്റിൽ ഇതിൻ്റെ ആദ്യം തുടങ്ങുന്ന സൈഡിലെത്തിയിട്ട് അവിടെ നീഡിൽ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഈ നൂല് നീഡിലിനെ ഇങ്ങനെ ചുറ്റണം, എന്നിട്ട് വലിക്കണം. അടുത്ത സ്റ്റിച്ച് ഈ തുടങ്ങിയ സ്റ്റിച്ചിൽ ആ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ വേണം തുടങ്ങാൻ. അവിടെ തുടങ്ങിയിട്ട് കുറച്ച് മുന്നോട്ടെടുത്ത് വീണ്ടും ത്രെഡ് ഇങ്ങനെ ചുറ്റി നീഡിൽ വലിക്കണം. പിന്നെ താഴോട്ട് വരണം. മുമ്പേ എടുത്ത ത്രെഡിൻ്റെ അവിടെ വന്നിട്ട് ഇൻസേർട്ട് ചെയ്ത് നൂല് ചുറ്റി ഇങ്ങനെ വലിക്കണം. പിന്നെ മുകളിലേക്ക് പിന്നെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എൻഡാകുമ്പോൾ നേരെ താഴേക്ക് സൂചി കുത്തിയെടുത്തിട്ട് കംപ്ലീറ്റ് ആക്കാം. ഇതാണ് ഡബിൾ ചെയിൻ സ്റ്റിച്ച്.
ഇത് ഹെവി ചെയിൻ സ്റ്റിച്ചാണ് ഇനി ചെയ്യുന്നത്. ഇതിൻ്റെ ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചെയ്യുന്നത്. ഇവിടെ സൂചി കുത്തിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കുറച്ച് താഴ്ഭാഗത്തേക്ക് സൂചി ഒന്നുകൂടി കുത്തിയെടുക്കണം. അതിനുശേഷം നീഡിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇൻസേർട്ട് ചെയ്ത് വലിക്കണം. എന്നിട്ട് അതിൻ്റെ സെയിം ഹോളിൽ കൂടെ തന്നെ താഴേക്ക് കുത്തിയിറക്കണം. ഒരു സ്റ്റിച്ചായി. ഇവിടുന്ന് കുറച്ച് താഴെയായിട്ട് വീണ്ടും കുത്തിയെടുക്കുക. എന്നിട്ട് ഇതേ തന്നെ ഈ ഭാഗത്തൂടെ തന്നെ വലിക്കണം. എന്നിട്ട് സെയിം ഹോൾ പോലെ തന്നെ താഴേക്ക്. നമ്മൾ ഈ കുത്തിയെടുക്കുന്ന ഏകദേശം ഒരേ അകലത്തിൽ തന്നെ കുത്തിയെടുക്കണം. എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്തത് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ള സ്റ്റിച്ചിൽ കൂടെയാണ് കോർത്തെടുക്കേണ്ടത്. ഞാനിവിടെ 2 strands ആണ് ഉപയോഗിച്ചേക്കുന്നത്, പേൾ കോട്ടൻ്റെ. ഇച്ചിരി തിക്കായിട്ട് ചെയ്യുന്നതാണ് ഈ ഡിസൈനിന് നല്ലത്. ഒരു സ്ട്രാൻഡ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെ ഇരിക്കും. ഇതാണ് ഞാൻ ഇന്ന് ചെയ്ത 4 സ്റ്റിച്ചുകൾ. ചെയിൻ സ്റ്റിച്ച്, ഓപ്പൺ ചെയിൻ സ്റ്റിച്ച്, ഡബിൾ ചെയിൻ സ്റ്റിച്ച്, ഹെവി ചെയിൻ സ്റ്റിച്ച്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം.